ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിഫ്ത്ത് യൂണിറ്റിലെ കുറച്ച് തിയറിയും അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലിഫോ, ഫിഫോ, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, ഈ മൂന്ന് മെത്തേഡിന്റെയും തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ. അപ്പോൾ ഇനി ഈ മൂന്ന് മെത്തേഡിനും കുറച്ച് പ്രോബ്ലം വരുന്നുണ്ട്. ആ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് മൂന്നിന്റെയും ഓരോ പ്രോബ്ലം ഇരുന്ന് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 ബേസിന്റെയും കൂടി തിയറി പോർഷനും ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലംസും ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നാളത്തോടെ കൂടെ ഈ യൂണിറ്റ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫിഫോ മെത്തേഡിന്റെ പ്രോബ്ലം ചെയ്യാം. അതിൽ ഇല്ലുസ്ട്രേഷൻ 2 എന്നുള്ള പ്രോബ്ലം ആണ് കേട്ടോ. അതിലത്തെ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ഫിഫോ നമ്മൾ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കോളം വേണം. അതായത് റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്, അങ്ങനെ 3 വലിയ കോളം വേണം. പിന്നെ ഒരു ഡേറ്റിന്റെ കോളം. ഈ 3 കോളത്തിനും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ 3 കോളം ആക്കുന്നുണ്ട്. ഓരോ 3 കോളത്തിനും പിന്നെ 3 കോളം ആക്കുന്നുണ്ട്. അതിന് റെസിപ്റ്റിൽ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, ക്വാണ്ടിറ്റി ഷോർട്ട് ആക്കി എഴുതിയതാണ്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. അതുപോലെ തന്നെ ഇഷ്യൂലും ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, ബാലൻസിലും ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. അങ്ങനെ 3 ആക്കിയിട്ട് ആ കോളത്തിനും പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ GRN എന്ന് പറഞ്ഞിട്ടൊരു കോളം വരുന്നുണ്ട്. നമ്മൾ പഠിച്ചിരുന്നില്ലേ, ഗുഡ്സ് റിസീവ് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു GRN. അപ്പം ആ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുള്ള അതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് ആ കോളം ഇൻക്ലൂഡ് ആക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് തന്ന ഇൻഫർമേഷനിൽ എന്തില്ല, GRനെ പറ്റിയിട്ട് എന്തില്ല, പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ കോളം എടുത്തിട്ടില്ല. അപ്പോൾ എന്തായിരുന്നു ഫിഫോ പറഞ്ഞാല്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് തന്നെ ഇഷ്യൂ ചെയ്യാണ് അല്ലെ. അതിനാണ് എന്തെന്ന് പറയുന്നത്, ഫിഫോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്ത്, ഇൻ എ ഫാക്ടറി ദി ഫോളോവിങ് പർച്ചേസ് ആൻഡ് ഇഷ്യൂസ് were made during the month account January 2018. Prepare the store's ledger account and under FIFO method. FIFO മെത്തേഡിൽ എന്ത് പ്രിപ്പയർ ചെയ്യാനാ പറഞ്ഞിട്ട്, സ്റ്റോർ ലെഡ്ജർ അക്കൗണ്ട് അല്ലേ. ഏതാ ഡേറ്റ്, ജനുവരി 2018 അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാ, സ്റ്റോർ ലെഡ്ജർ അക്കൗണ്ട് അണ്ടർ ഫിഫോ മെത്തേഡ് എന്ന് എഴുതി കോളം വരച്ച്. ഇനി എന്ത് ചെയ്യണം, അതിൽ ജനുവരി 1 മുതൽ ജനുവരി 31 വരെയാണ് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസസ് ഒക്കെ എന്ത് ചെയ്യേണ്ടത്, പർച്ചേസ് ചെയ്യുന്നതൊക്കെ എന്തിലാണ് ഇൻക്ലൂഡ് ആക്കുന്നത്, റെസിപ്റ്റിൽ. ഇഷ്യൂ ചെയ്യുന്നതൊക്കെ എന്തിൽ തന്നെ, ഇഷ്യൂ കോളത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെ ഓപ്പണിങ്, ഇപ്പം ഇൻഫർമേഷനിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബാലൻസ് കോളത്തിലാണ് അതിന്റെ എമൗണ്ട് കാണിക്കേണ്ടി. ഓക്കെ അല്ലേ. അപ്പൊ ഫസ്റ്റ് എത്ര ഡേറ്റ് തന്നിട്ടുള്ളത്, ജനുവരി 1. ജനുവരി 1 എന്താണ്, പർച്ചേസ് ആണ് അല്ലെ. എത്ര യൂണിറ്റ് ആണ്, 500 യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പം ആ യൂണിറ്റ്സിന്റെ കണക്ക് നമ്മൾ എവിടെ കാണിക്കണം, ക്വാണ്ടിറ്റിയിൽ. ഓക്കെ, 500 എന്ത് എഴുതിയിട്ടുണ്ട്, ക്വാണ്ടിറ്റിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ റേറ്റും തന്നിട്ടുണ്ട്, എത്ര, 5 എന്നുള്ളത്. റേറ്റ് എത്രയാണ്, 5 എന്നും തന്നിട്ടുണ്ട്, 5 ആണ്. അപ്പം ക്വാണ്ടിറ്റിയിൽ കാണിച്ച എത്രയാ, 500 എന്നുള്ളത്. പർച്ചേസ് ഒക്കെ നമ്മൾ എന്തിൽ കാണിക്കണം, റെസിപ്റ്റിൽ കാണിക്കണം. ഇഷ്യൂ ഒക്കെ നമ്മൾ ഇഷ്യൂവിന്റെ കോളത്തിൽ തന്നെ കാണിക്കുന്നത്. അതുപോലെ തന്നെ റിട്ടേൺ ഉണ്ടാവുമല്ലോ, ഒരു ഫാക്ടറി നമുക്ക് ഇഷ്യൂ ചെയ്ത് നമുക്ക് റിട്ടേൺ വന്നു എന്നുള്ളത് അത് ഏത് കാണിക്കണം, റെസിപ്റ്റിൽ കാണിക്കണം. ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതിൽ കാണിക്കണം, ഇഷ്യൂല് കാണിക്കണം. അപ്പം ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, ജനുവരി 1 500 യൂണിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്ത് റേറ്റില്, 5 എന്ന റേറ്റിലാണ് 500 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ എമൗണ്ട് കാണണം. എത്ര, എങ്ങനെ കാണാം, 500 ഇൻറ്റു 5. 5 റേറ്റ് എമൗണ്ട്, ക്വാണ്ടിറ്റി എത്രയാണ്, 500 500 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് 2500 എന്ന് കിട്ടും.
ഓക്കെ അല്ലേ? ഇനി ഇത് എന്ത് ചെയ്യണം? റെസീപ്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്തപ്പോഴുള്ളതല്ലേ, അത് നമ്മുടെ കയ്യിലുള്ളതാണ്, റെസിപ്റ്റിലുള്ളതല്ലേ, അതെന്ത് ചെയ്യണം? ബാലൻസിലേക്ക് എഴുതണം. ഇവിടെ ബാലൻസ് എമൗണ്ടിൽ ക്വാണ്ടിറ്റിയിൽ എന്ത് എഴുതാ? 500 എന്ന് എഴുതാ. പിന്നെ 5 ആണ് റേറ്റ്. ടോട്ടൽ എമൗണ്ട് 2500. ഓക്കെ. ദെൻ സെക്കൻഡ് ജനുവരി 8-ലാണ് പിന്നെ ഒരു പർച്ചേസിങ് നടന്നിട്ടുള്ളത് അല്ലെ. അതും പർച്ചേസ് തന്നെയാണ്. എത്ര യൂണിറ്റ് ആണ്? 300 യൂണിറ്റ്. എത്രയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്? 5.10 എന്ന റേറ്റിലാണ്. എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി 300ഉം 5.10ഉം കൂടി ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് 1530 കിട്ടും. റെസിപ്റ്റിലുള്ളതല്ലേ. റെസിപ്റ്റിൽ എന്ത് നമ്മൾ എഴുതിയാലും അതൊക്കെ നമ്മൾ ബാലൻസിൽ കോളത്തിൽ എഴുതണം കേട്ടോ. റെസിപ്റ്റിൽ കിട്ടിയാൽ ബാലൻസിൽ എഴുതാം. ഇഷ്യൂ ആകുമ്പോൾ എന്ത് ചെയ്യണം? ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഫിഫോ മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഏതാണോ ഇഷ്യൂ ചെയ്തത്, ഫസ്റ്റ് ഏതാണോ ബാലൻസിലുള്ളത്, അതിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഇഷ്യൂ വരുന്ന എമൗണ്ട് മൈനസ് ചെയ്യാം. പറഞ്ഞുതരാം. അപ്പം ജനുവരി 8-ന് 300 യൂണിറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. 5.10 ആണ് റേറ്റ്. ടോട്ടൽ 1530. 1530. ഇനി നെക്സ്റ്റ് ഇത് ബാലൻസിലേക്ക് എഴുതണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ജനുവരി 13 എന്താ ചെയ്യുന്നത്? പർച്ചേസിംഗ് അല്ലല്ലോ, ഇഷ്യൂ ആണ്. ഇഷ്യൂ 600 എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാല് ഫിഫോ മെത്തേഡ് ആണ്. ഫിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇഷ്യൂ ചെയ്യണം. നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഉള്ള നമ്മളെ ബാലൻസിൽ ഫസ്റ്റ് എമൗണ്ട് ഏതാണ്? 500 അല്ലേ. നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് എത്രയാണ്? 600 ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആ 500 എടുക്കുക. 500 5 2500. ഇനി നമുക്ക് എന്തും കൂടി വേണം? ഒരു 600 യൂണിറ്റ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് 500 ഉണ്ട്, ഇനി ഒരു 100 യൂണിറ്റും കൂടി വേണം. അപ്പൊ ഈ 300 എന്തെടുക്കണം? ആ ഒരു 100 യൂണിറ്റ് എടുക്കുക. ഓക്കെ. ഇതിന്റെ റേറ്റ് തന്നെ കൊടുക്കുക. 300ന്റെ റേറ്റ് തന്നെയാണ് എന്തിനു കൊടുക്കണ്ടേ? അതിന് കൊടുക്കണ്ടേ. ഇനി 100 ഇൻറ്റു 5.10 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 510 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഈ 500 ഫുൾ എടുത്തു കഴിഞ്ഞ് 300ത്തെ 100ഉം എടുത്ത് ബാലൻസിന് എത്ര ഉള്ളത്? ഇത് ഫുള്ള് കഴിഞ്ഞല്ലോ. ഇതിലത്തെ 100 ആണ് നമ്മളിപ്പോ ഇവിടെ എടുത്തത്. നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞത് 600 യൂണിറ്റ് ആണ്. അതില് ഇതിലത്തെ ഫുള്ള് കൊടുത്തു. ഇതിൽ നിന്ന് ബാക്കി ഉണ്ടായിരുന്ന 100 ഇതിൽ നിന്ന് കൊടുത്തു. ഇനി എത്രയാണ് ബാലൻസ് ഉള്ളത്? 200 അല്ലേ. അപ്പം ആ 200 എഴുതാ. ഈ 5.10 എഴുതാ. 200 ഇൻറ്റു 5.10 ചെയ്യുമ്പോൾ 1020 കിട്ടും. ഓക്കെ. അപ്പൊ 1020 കിട്ടി. ഇങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുമ്പോൾ. ഫിഫോ ആവുമ്പോൾ ഫസ്റ്റ് ഏതാണോ ഉള്ളത് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അതിലത്തെ എമൗണ്ട് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ താഴെയുള്ള എമൗണ്ട് എന്ത് ചെയ്യണം? എടുക്കണം. അതല്ല ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് 600 ആയിരുന്നു. 600 യൂണിറ്റ് ആണ് നമ്മളോട് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞത്. അതിൽ നമ്മുടെ അടുത്ത് ഫസ്റ്റ് പർച്ചേസിൽ എന്ത് ചെയ്യുന്നു? 500 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 500 എടുത്തു. ബാക്കിയുള്ള 100 എന്ത് ചെയ്തു? അടുത്ത 300 എടുത്തു. അങ്ങനെ നമ്മൾ 600 ടോട്ടൽ ഇഷ്യൂ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് കഴിഞ്ഞല്ലോ. 500 ഇവിടെ എടുത്തു. ഇവിടെ 300 100 എടുത്തു. ബാക്കി ബാലൻസ് എത്ര ഉണ്ടായിരുന്നത്? 200 ആണ്. ആ ബാലൻസ് പിന്നെ നമ്മൾ ഇവിടെ എഴുതി. 200 എഴുതി. ഈ 5.10 ഇവിടെ എഴുതി. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ടുള്ള എമൗണ്ട് അതും എഴുതി. ഇനി നെക്സ്റ്റ് അടുത്തത് എന്താണ്? ജനുവരി 18-ലാണ്. ജനുവരി 18-ല് പർച്ചേസ് ആണ് എത്ര? 400 യൂണിറ്റ്. പർച്ചേസ് ആകുമ്പോൾ എവിടെയാണ് കാണിക്കേണ്ടത്? റെസിപ്റ്റില്. അതിന്റെ റേറ്റ് തന്നിട്ടുണ്ട് 5.20. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യാം. 5.20 ഇൻറ്റു 400 ചെയ്യുമ്പോൾ 2080 കിട്ടും. 2080 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബാലൻസിൽ കാണിക്കണ്ടേ. അപ്പൊ ഈ 400 എന്ത് ചെയ്യാ? ഇവിടെ എഴുതാം. 400 5.20 2080. ഓക്കെ അല്ലേ? ഇനി ജനുവരി 23. ജനുവരി 23 ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ.
ഇഷ്യൂ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? റെസിപ്റ്റിലല്ല, ഇഷ്യൂവിന്റെ കോളത്തിലാണ് നമ്മൾ ചെയ്യേണ്ടി. അപ്പം ഇഷ്യൂല് 300 യൂണിറ്റ് ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ ബാലൻസിൽ 200 ഉണ്ട്, 400 ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി? 300 യൂണിറ്റ് ആവുമ്പോ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ 200 എടുക്കണം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അപ്പൊ ഫസ്റ്റ് ഉള്ളത് ഫസ്റ്റ് എടുക്കണ്ടേ? 200, 5.10, 1020. ഇനി 300 യൂണിറ്റ് ആണ് നമ്മളോട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു 100 യൂണിറ്റും കൂടി ആവശ്യമുണ്ട്. അത് എന്തിൽ നിന്ന് എടുക്കണം? ഈ 400ൽ നിന്ന് എടുക്കുക. ഓക്കെ, 400ൽ നിന്ന് എടുത്തു. നമ്മൾ ഏതിൽ നിന്നാണോ എടുക്കുന്നത് അതിന്റെ റേറ്റ് തന്നെ ആയിട്ട് എഴുതണ്ടി. അപ്പൊ നമ്മള് 200 നിന്ന് എടുത്തപ്പോ ഇതിന്റെ റേറ്റ് തന്നെ എഴുതി. ഇനി 400 നിന്ന് 100 എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 400ന്റെ റേറ്റ് തന്നെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 520 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഇത് ഫുൾ എടുത്തു, 200 ഫുൾ എടുത്തു, 400ന്ന് 100 എടുത്തു, ബാക്കി ബാലൻസ് 300 ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മള് ബാലൻസ് എഴുതാ 300. ഇതിന്റെ റേറ്റ് തന്നെ 5.20. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1560 കിട്ടും. ദെൻ നെക്സ്റ്റ് മനസ്സിലാവണില്ലേ? നെക്സ്റ്റ് ജനുവരി 25 കേട്ടോ. ജനുവരി 25 പർച്ചേസസ് യൂണിറ്റ് 500 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ആ 500 എന്തിൽ കാണിക്കണം? റെസിപ്റ്റിൽ കാണിക്കുക. അതിന്റെ റേറ്റ് തന്നിട്ടുണ്ട്, റേറ്റ് 5.10. റേറ്റ് കോളത്തിൽ കാണിക്കുക. എമൗണ്ട് എന്ന് പറയുമ്പോൾ 500 ഇൻറ്റു 5.10 ഇൻറ്റു ചെയ്താൽ അതിന്റെ എമൗണ്ട് കിട്ടും. എത്രയാണ്? 2550 കിട്ടും. ഓക്കെ, അപ്പൊ പർച്ചേസിംഗിൽ നമ്മൾ എടുത്തതൊക്കെ നമ്മൾ എന്തിലും കാണിക്കണം? ബാലൻസിന്റെ കോളത്തിലും കാണിക്കണം. അപ്പം 300 ഇവിടെ ആദ്യം ഓൾറെഡി ബാലൻസ് ഉണ്ട്. അതിലേക്ക് ഇനി ഈ 500, 5.10, അതുപോലെ തന്നെ 2550 ഇതും എഴുതി വെക്കാം. ഇനി അപ്പൊ ജനുവരി 25 ആ ഡേറ്റില് ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനുവരി 31 ആണ് അല്ലേ? അപ്പൊ അതെന്താണ്? ജനുവരി 31 എന്ന് പറയുമ്പോൾ അതിന്റെ ക്ലോസിംഗും കൂടിയല്ലേ? ഇവിടെ ജനുവരി 1 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആണ്, അതുപോലെ തന്നെ ജനുവരി 31 എന്ന് പറയുന്നത് ക്ലോസിംഗ് ആണ്. ക്ലോസിംഗിൽ എന്താ ചെയ്യുന്നത്? ഇഷ്യൂ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ വര ഇടണമെന്നില്ല, ഞാനും കള്ളി മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഇടുന്നതാ. അപ്പം ഇഷ്യൂ 200 യൂണിറ്റ് ആണ്, ഇഷ്യൂ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതില് ബാലൻസ് നമുക്ക് ഈ രണ്ടെണ്ണമാണ് ഉള്ളത്. ഇവിടെ ബാലൻസ് ഈ രണ്ടെണ്ണം ആയിരുന്നു, പിന്നെ ബാലൻസ് ഇത് രണ്ടെണ്ണം ആയിരുന്നു. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 200 യൂണിറ്റ് ആണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ 300 നിന്ന് എന്ത് ചെയ്യണം? 200 എടുക്കണം. അപ്പൊ 200 ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 5.20. ആ 200 എന്ത് ചെയ്യാ? 5.20 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1040 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന് 300 200 നമ്മൾ എടുത്തിട്ടുണ്ട്, ബാക്കി 100 ബാലൻസ് ഉണ്ടാവില്ലേ? ആ 100 ഈ 5.20 തന്നെ അതായിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 520 കിട്ടും. ദെൻ ബാലൻസ് ഈ 500 നമ്മളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ 500, 5.10, 2550 ഇത്ര ഉള്ളു എന്തെന്ന് പറയുന്നത്? ഫിഫോ പറയണത്. ഇനി എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് കിട്ടിയ ഒരു സംഭവമില്ലേ, നമ്മൾ ലാസ്റ്റ് വൈസ് നമ്മൾ എത്ര ഇഷ്യൂ ചെയ്തത്? 200 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 31 അല്ലേ? ജനുവരി 31 ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ? അപ്പൊ നമുക്ക് എത്രയൊക്കെയാ കിട്ടിയിട്ടുള്ളത് ബാലൻസ് ആയിട്ട്? 100 യൂണിറ്റ് അറ്റ് 5.20 റേറ്റിന്, അതുപോലെ തന്നെ 500 യൂണിറ്റ് അറ്റ് 5.10 റേറ്റിന്. ഇത് നമ്മൾ എന്ത് ചെയ്യാ? താഴെ ഒന്ന് എഴുതി കൊടുക്കുക. എങ്ങനെ? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാ. ജനുവരി 31 അല്ലേ, അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 100 യൂണിറ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉള്ളത് അല്ലേ? 100 യൂണിറ്റ്സ് അറ്റ് എത്രയാണ്? 5.20. എമൗണ്ടും എഴുതാം, എമൗണ്ട് എഴുതണം എന്നില്ല, ഈ രണ്ടെണ്ണം എഴുതിയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ എഴുതാം? എമൗണ്ടും എഴുതാം. എത്രയാണ്? 520 ആണ് എമൗണ്ട്.
ഇതിന്റെ എമൗണ്ട് കേട്ടോ. പിന്നെ 500 യൂണിറ്റ് എത്രയാണ് റേറ്റ്? 5.10. എത്രയാണ് എമൗണ്ട്? 2550. ഇത്രയും എഴുതി വെച്ചാല് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും ടോട്ടൽ വേണമെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഇതിന് രണ്ടിനും ടോട്ടൽ എന്ന് പറയുമ്പോൾ 3070. ഇത് മാത്രം എഴുതിയാലും മതി. ഈ എത്ര യൂണിറ്റ് എത്ര റേറ്റിന് ആണ് ബാലൻസിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അപ്പൊ ഇത്രയുള്ള എന്തെന്ന് പറയുന്നത് ഫിഫോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ലിഫോ ആണ്. അപ്പൊ ലിഫോ എന്താണ്? അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിസഡ്വാൻറ്റേജസ് എങ്ങനെയാണ്? അതുപോലെ തന്നെ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീക്ക് ഫുള്ള് നമുക്ക് ക്ലാസ് എടുക്കും. നാളെയും കൂടി അല്ലേ ഉള്ളൂ. എങ്ങനെയായാലും ഇനി ഒരുപാട് യൂണിറ്റ് കവർ ചെയ്യാനുണ്ട്. എക്സാമിന് ജൂണിലല്ലേ, 1 മന്തും കൂടിയല്ലേ ഉള്ളൂ. അപ്പോഴത്തേനും ഇത് കവർ ചെയ്യണം. അപ്പം ഇനി നമുക്ക് ലിഫോ നോക്കാം. ലിഫോ എന്ന് പറയുമ്പോ എന്താ? ലാസ്റ്റ് ഫസ്റ്റ് ഔട്ട് അല്ലേ? ലാസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തത് എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യും. അപ്പം എത്ര കോളം ഉണ്ട്? ലിഫോക്കും ഫിഫോക്കും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഫസ്റ്റ് ഒരു ഡേറ്റ് കോളം, പിന്നെ റെസിപ്റ്റ് കോളം, പിന്നെ ഇഷ്യൂവിന്റെ കോളം, നെക്സ്റ്റ് ബാലൻസ് കോളം. അങ്ങനെ മെയിൻ ആയിട്ട് 4 കോളം വരും ഡേറ്റ് അടക്കട്ടോ. ഇനി റെസിപ്റ്റ് നമ്മൾ 3 ആക്കിയിട്ട് അതുപോലെ ഇഷ്യൂവിനും ബാലൻസിനും ഒക്കെ എന്താകും? വീണ്ടും 3 ആക്കിയിട്ട് തന്നെ മറ്റേ ഫിഫോ പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തേൽ എന്താണ്? ക്വാണ്ടിറ്റി, സെക്കൻഡ് റേറ്റ്, തേർഡ് എമൗണ്ട്. അങ്ങനെ ഓരോന്നിലും ഇഷ്യൂലായാലും ബാലൻസിലായാലും സെയിം ആണ്. എമൗണ്ട്. ഓക്കെ. അപ്പം സ്റ്റോർ ലെഡ്ജർ അക്കൗണ്ട് അണ്ടർ ലിഫോ മെത്തേഡ്. അപ്പൊ ഫിഫോ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇനി ലിഫോ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ ഫിഫോന്റെ ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെ, അതായത് ഫിഫോക്ക് ഒരു കോളം തന്നിട്ടുണ്ടായിരുന്നല്ലോ ക്വസ്റ്റ്യൻ ആയിട്ട്, ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെയാണ് എന്തും ചെയ്യുന്നത്? ലിഫോ എന്നുള്ള മെത്തേഡും അതുപോലെ തന്നെ അടുത്ത വെയിറ്റഡ് ആവറേജ് മെത്തേഡും ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒക്കെ തിയറി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. അതാണ് പിന്നെ പറയാത്തത്. നേരെ പ്രോബ്ലത്തേക്ക് പോണത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? ലിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തത് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇഷ്യൂ ചെയ്യണം. ഫിഫോയിൽ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് ഫസ്റ്റ് തന്നെ ഇഷ്യൂ ചെയ്യാണ്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ്. ലാസ്റ്റ് പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇഷ്യൂ ചെയ്യാം. അപ്പം ചെയ്യാം. അപ്പൊ ഡേറ്റ് എത്രയാണ്? കഴിഞ്ഞ അതേപോലെ തന്നെയാണ്. ജനുവരി 1. ജനുവരി 1 എന്താ ചെയ്യണത്? 500 യൂണിറ്റ് ആണ്. റെസിപ്റ്റിലാണ് പർച്ചേസ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ റെസിപ്റ്റിൽ എഴുതി അതിന്റെ റേറ്റും തന്നിട്ടുണ്ട് എന്ത്? 5 എന്ന്. അപ്പം ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 2500. ദെൻ നെക്സ്റ്റ് അതെന്ത് ചെയ്യണം? ബാലൻസിലേക്ക് എടുത്ത് എഴുതുക. എത്ര? 500 5 അതുപോലെ 2500. ഇനി ജനുവരി എത്രയില്ല? 8 അല്ലേ? ജനുവരി 8 300 യൂണിറ്റ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. റേറ്റ് എത്രയാ? 5.10. അപ്പൊ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 1530. ഇവിടെ ചെയ്യുന്നതെല്ലാം സെയിം ആണ്. ഇവിടെ ഇനി നമ്മൾ ഇഷ്യൂവിന്റെ കേസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനെ എഴുതി ലാസ്റ്റ് ഏതാണുള്ളത്? നേരത്തെ ഫിഫോയിൽ എന്തായിരുന്നു? ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂക്ക് എടുത്തിരുന്നത്. പക്ഷെ ലിഫോയിൽ എന്താണ്? ലാസ്റ്റ് ഏതാണോ ഉള്ളത് ബാലൻസിലുള്ളത് അതിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എമൗണ്ട് എടുക്കുക. ഓക്കെ. അപ്പം 300 ഇത് എന്ത് ചെയ്യാം? ഇനി ബാലൻസിൽ എഴുതുക. 300 5.10 1530. Then next ജനുവരി എത്രയാണ്? 13 ആണല്ലേ? ജനുവരി 13 600 യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇഷ്യൂവിന്റെ കോളത്തില് ഇഷ്യൂവിന്റെ കോളത്തിൽ എന്ത് ചെയ്യണം? 600 യൂണിറ്റ് എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം. അപ്പൊ എങ്ങനെയാ ഇഷ്യൂ ചെയ്യാം? ലിഫോ ആണല്ലേ? ലാസ്റ്റ് ഫസ്റ്റ് ഔട്ട് ആണ്. ഇതിലിപ്പോ ലാസ്റ്റ് ഏതാണ്? 300 അല്ലേ? അതെന്ത് ചെയ്യാ? ഫസ്റ്റ് നമ്മൾ എടുക്കുക. 300
5.10 1530. ദെൻ നെക്സ്റ്റ് ഇനി ഒരു 300 കൂടി വേണ്ടേ? അത് നമ്മൾ എന്ത് ചെയ്യുന്ന എടുക്കണം? മേലത്തെ 500 എടുക്കണം. അപ്പൊ 300 5 സോറി 1500 വരും. മനസ്സിലായ? ലീഫോ മെത്തേഡ് ആകുമ്പോൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഇതിൽ ലാസ്റ്റ് നമ്മൾ ബാലൻസിലുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. അങ്ങനെയല്ല നമ്മൾ ചെയ്തത്. ലാസ്റ്റ് ഉള്ള എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഫസ്റ്റ് ഇഷ്യൂ ചെയ്തത്. ദെൻ അതിൽ നിന്ന് നമുക്ക് തികയാതെ വന്നപ്പോൾ തൊട്ട് മുകളിലത്തത് എന്ത് ചെയ്തു? അതിൽ നിന്നും കൂടി എടുത്തു. നമ്മൾ ലിഫോയിൽ എങ്ങനെയാ ചെയ്തത്? ലിഫോയിൽ ചെയ്തത് ഫസ്റ്റ് എമൗണ്ട് നിന്ന് എടുത്തു, അതിൽ നിന്ന് തികയാതെ വന്നപ്പോൾ അതിന്റെ താഴെ നിന്ന് എടുത്തു. ലിഫോയിൽ എങ്ങനെയാണ്? ഏറ്റവും താഴത്തെ എടുത്തിട്ട് അതിൽ നിന്ന് തികയാതെ വരുമ്പോൾ മുകളിലത്തെ എടുത്തു. അതാണ് ലിഫോ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇത് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ എടുക്കണം. ഇതല്ല ലാസ്റ്റ് ഇത് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് എടുത്തു. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഫുൾ ആയിട്ട് 600 ഇല്ലല്ലോ ഇപ്പൊ ഇത്. അതുകൊണ്ടാണ് എന്തെന്ന് എടുത്തത്? 500 ബാക്കി 300 എടുത്തത്. ഓക്കെ അല്ലേ? അതിന്റെ റേറ്റ് ആണ് കൊടുക്കുക. ഏതെന്നാണോ നമ്മൾ എമൗണ്ട് എടുക്കുന്നത് അതിന്റെ റേറ്റ് ആണ് കൊടുക്കുക. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? എമൗണ്ട് കോളത്തിലുള്ള എമൗണ്ട് കിട്ടുക. ദെൻ നെക്സ്റ്റ് അതിന്റെ ബാലൻസ് എഴുതണം അല്ലേ? നമ്മള് 300 ഫുൾ എടുത്തു കഴിഞ്ഞ് 500 എന്തെടുത്തിട്ടുണ്ട്? ഒരു 300 കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ബാലൻസിന് എത്ര ഉണ്ടാവുക? 200 ആണ് ഉണ്ടാവുക. ഈ 500ത്തെ 200 അല്ലേ ബാലൻസ് ഉള്ളത്. അപ്പൊ ഈ 500ന്റെ റേറ്റ് ആണ് കാണിക്കേണ്ടി. ഓക്കെ, 1000. ഇനി അടുത്തത് ജനുവരി 18 ആണ്. ജനുവരി 18 എന്താണ്? പർച്ചേസ് ആണ്. പർച്ചേസ് എത്ര യൂണിറ്റ് ആണ്? 400 യൂണിറ്റ് ആണ്. അത് റെസിപ്റ്റിൽ കാണിച്ചു. അതിന്റെ റേറ്റ് തന്നിട്ടുണ്ട് എത്ര? 5.20 തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 2018 കിട്ടും. ഇനി അതെന്ത് ചെയ്യണം? ബാലൻസിൽ എഴുതണം. ഇതേ എമൗണ്ട് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് എടുത്ത് ബാലൻസിലേക്ക് എഴുതാം. 400 5.20 2008. ദെൻ നെക്സ്റ്റ് ഇനി എന്താണ്? ജനുവരി 23. ജനുവരി 23 എന്താണ്? ഇഷ്യൂ ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എത്ര യൂണിറ്റ് ആണ്? 300 യൂണിറ്റ് ആണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മള് ഓക്കെ, ഇതിലിപ്പോ ഏതാണ് ഫസ്റ്റ് മുകളിലുള്ളത്? 200 അല്ലേ? സോറി, 300 യൂണിറ്റ്. നമ്മള് ലീഫ് ആണല്ലേ? അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? ലാസ്റ്റ് എന്നല്ലേ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എമൗണ്ട് എടുക്കേണ്ടി? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ഇഷ്യൂ ചെയ്യാൻ പറയുമ്പോൾ ലാസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യണം? നമുക്ക് എത്ര എമൗണ്ട് ആണോ ഇഷ്യൂ ചെയ്യേണ്ടി ആ എമൗണ്ട് എടുക്കണം. അപ്പൊ നമ്മളോട് 300 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 400 ഉണ്ട് ഇവിടെ. അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 300 യൂണിറ്റ് എടുത്തിട്ടുണ്ട്. 400 യൂണിറ്റിന്റെ റേറ്റ് എഴുതി. 5.20 ഇൻറ്റു ചെയ്യുമ്പോൾ 1560 കിട്ടും. ഇനി ബാലൻസ് എന്തുണ്ടാവും? ഈ 200 നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആ 200 അതേപോലെ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ റേറ്റും എമൗണ്ടും എഴുതി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഈ 400 നിന്നാണ് നമ്മൾ എന്തെടുത്തത്? 300 എടുത്തത്. ഈ 400 നിന്നാണ് നമ്മൾ എന്തെടുത്തത്? 300 എടുത്തത്. അപ്പോ ബാലൻസ് എത്ര ഉണ്ടാവും? 100 ഉണ്ടാവും. അപ്പൊ ആ 100 5.20 ദെൻ 100 ഇൻറ്റു 5.20 എന്ന് പറഞ്ഞാൽ എത്രയാ? 520. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ഇനി ജനുവരി 25 ഒരു ഇതാണ് പറയുന്നത്. ജനുവരി 25 പർച്ചേസിങ് എങ്ങനെയാ പറയുന്നത്? 500 യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത് റെസിപ്റ്റിൽ കാണിക്കണം. അതിന്റെ റേറ്റ് എത്രയാണ്? 5.10. പർച്ചേസസ് ഒക്കെ റെസിപ്റ്റിൽ കാണിക്കണം. ഇഷ്യൂ ഒക്കെ ഇഷ്യൂന്റെ കോളത്തില്. ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ബാലൻസിന്റെ കോളത്തില്. ഓക്കെ അല്ലേ? അപ്പം 500 അതിന്റെ റേറ്റ് തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2550. ദെൻ ഇതെന്ത് ചെയ്യണം? ബാലൻസിലേക്ക് എടുത്ത് എഴുതുക. 500 5.10 2550. നമ്മൾ റെസിപ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തിലും റെക്കോർഡ് ചെയ്യണം? ബാലൻസിന്റെ കോളത്തിലും റെക്കോർഡ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? നമ്മുടെ ഈ മെത്തേഡ് ഇൻകറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജനുവരി 25 കാര്യം നമ്മൾ റെസിപ്റ്റിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ബാലൻസിന്റെ കോളത്തിലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജനുവരി 31. ജനുവരി 31 എന്താ പറഞ്ഞിട്ടുള്ളത്?
200 യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, 200 യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതിന്ന് എടുക്കേണ്ടത്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇതിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്താ 500. അത് നമ്മൾ എന്ത് ചെയ്യാ, എടുക്കുക. അപ്പൊ 500, 5.10, 2000, സോറി മറന്നുപോയി, ഇഷ്യൂ ചെയ്യാൻ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, 200 ആണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പൊ 500 എന്തെടുക്കണം, 200 ആണ് നമുക്ക് എടുക്കേണ്ടി വരുള്ളൂ. മിസ്റ്റേക്ക് എന്റെ അടുത്ത് പറ്റിപ്പോയതാണ്, ഞാൻ ഓർമ്മയില്ലാതെ എഴുതിയതാണ്. അപ്പം ഈ 500 200 എടുത്ത് എഴുതി. 500ന്റെ റേറ്റ് എത്രയാണ്, 5.10. അപ്പൊ 200 ഇൻറ്റു 5.10 ചെയ്യുമ്പോൾ 1020 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ബാലൻസിൽ എന്തുണ്ടാവും, ഈ 500 200 എടുത്ത്, ഇത് ഈ മൂന്നുമാണ് നമുക്കിപ്പോ ബാലൻസ് ഉള്ളത് ട്ടാ. 200, ഇത്രയും മൂന്നെണ്ണാണ് നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഇനി എന്ത് ചെയ്യണം, 200 നമ്മളൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. ഫൈവ് ഹൺഡ്രഡിന് എന്തെടുത്തിട്ടുണ്ട്, 200 എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി എത്ര ബാലൻസ് ഉള്ളത്, 300. ആ 300 എഴുതാ. ഈ 500 റേറ്റ് തന്നെയാണ് എഴുതേണ്ടത്, 5.10. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1530. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെ എത്തി, ജനുവരി 31 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരുന്നു അല്ലെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതണ്ടേ. എങ്ങനെയാ എഴുതാ, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതിയിട്ട് എത്ര യൂണിറ്റ് ആണ്, 200 യൂണിറ്റ് അറ്റ് 5. പിന്നെ എത്ര യൂണിറ്റ് ഉണ്ട്, 100 യൂണിറ്റ് അറ്റ് എത്രയാ, 5.20. പിന്നെ 300 യൂണിറ്റ്സ് അറ്റ് 5.10. ഇത്രയും കാര്യം എഴുതിയാലേ, എമൗണ്ട് എഴുതണമെന്നില്ലേ, വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനപ്പുറത്ത് എഴുതിയിട്ട് അതിന് ടോട്ടൽ എമൗണ്ട് കൂടെ കാണിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമില്ല. ഇത് എന്താണ്, മറക്കാതെ എഴുതി വെക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയാണ് എന്ത്, ലിഫോ എന്നുള്ള മെത്തേഡ്. സിമ്പിൾ അല്ലേ, ലിഫോ ഫിഫോ. ദെൻ നെക്സ്റ്റ്, അപ്പൊ ഫിഫോ എങ്ങനെയായിരുന്നു, ഫസ്റ്റ് എടുക്കണ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഫസ്റ്റ് ബാലൻസിൽ കാണിക്കണം എന്ത് ചെയ്യാ, ഇഷ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് എടുക്കുക. പക്ഷെ ലിഫോ എങ്ങനെയാണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ബാലൻസിൽ ഏതാണോ ലാസ്റ്റ് കാണിച്ചത്, ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ലാസ്റ്റ് കാണിച്ചത് എന്ത് ചെയ്യണം, ഫസ്റ്റ് എടുക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ അടുത്തത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. എങ്ങനെയാ ചെയ്യേണ്ടത് വെച്ചാല്, കോളം ഒക്കെ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. എന്ത് എഴുതണം, അണ്ടർ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് എഴുതണം. ഇനി വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. അപ്പൊ നമ്മള് ലിഫോ ഫിഫോ പോലെ തന്നെ എന്ത് തന്നെ, കോളം ഒക്കെ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഫസ്റ്റ് എന്താ, ഡേറ്റ് കോളം, പിന്നെ റെസിപ്റ്റ് കോളം, പിന്നെ ഇഷ്യൂ, നെക്സ്റ്റ് ബാലൻസ് കോളം. ഓക്കെ. ഇനി റെസിപ്റ്റിന്റെ അടിയിൽ 3 കോളം ഏതൊക്കെയായിരുന്നു, ഫസ്റ്റ് ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഇതിലും എന്ത് തന്നെയാണ്, മൂന്നിലും സെയിം ആണ് അല്ലെ, എമൗണ്ട്, റേറ്റ്, ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യമാണ് ഫസ്റ്റ് പ്രോബ്ലം തന്നാല് ചെയ്തു വെക്കേണ്ടത്. കോളം വരച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കാം. മുകളിൽ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് അണ്ടർ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. അത് എഴുതണമെന്നില്ല, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഏത് മെത്തേഡിലാണ് തന്നെന്ന് വെച്ചാൽ ഈ കോളം വരച്ചിട്ട് എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയത്.
നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടി? നമുക്ക് ഇല്ലുസ്ട്രേഷൻ 2ത്തെ ഇൻഫർമേഷന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ഫിഫോ മെത്തേഡും ലിഫോ മെത്തേഡും വെയ്റ്റഡ് ആവറേജ് മെത്തേഡും ആ ഇല്ലുസ്ട്രേഷൻ 2ല് തന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലിഫോ ഫിഫോ കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഏതാണ്? വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആണ്. അതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡേറ്റ് എഴുതണം. ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? ജനുവരി 1 അല്ലേ? ജനുവരി 1 എന്താണ് 500 യൂണിറ്റ് എന്താ ചെയ്യുന്നത്? പർച്ചേസ് ആണ്. അപ്പൊ 500 യൂണിറ്റ് എന്തിൽ കാണിക്കണം? പർച്ചേസ് ഉള്ളത് റെസിപ്റ്റിൽ കാണിക്കണം. അതിന്റെ റേറ്റ് 5 ആണ്. അപ്പൊ 500 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 2500. അത് എമൗണ്ട് കോളത്തിൽ എഴുതാം. ക്വാണ്ടിറ്റി എഴുതി, റേറ്റ് എഴുതി, എമൗണ്ട് എഴുതി. ഈ എഴുതി നമ്മൾ എവിടെ കാണിക്കണം? ബാലൻസിൽ കാണിക്കണം. ബാലൻസിൽ കാണിക്കുമ്പോൾ സെയിം സാധനം എന്ത് എഴുതാ? ബാലൻസിലേക്ക് എടുത്ത് എഴുതി കാണിക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മളോട് ജനുവരി 8 ഒരു കാര്യം പറഞ്ഞിട്ട് എന്താണ്? പർച്ചേസ് തന്നെയാണ് അല്ലെ? 300 യൂണിറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. 5.10 റേറ്റിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1530 കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടി വെച്ചാല്, നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ എന്താ ചെയ്തത്? ഇത് നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക ചെയ്തത്. ഇവിടെ എന്താ ചെയ്യേണ്ടി വെച്ചാല്, നമ്മൾ 500 ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ 300 പ്ലസ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാൻ. മനസ്സിലായോ? നമ്മൾ ലിഫോ ഫിഫോ ചെയ്യുമ്പോൾ 500ന്റെ ഇത് എഴുതി വെച്ച്, പിന്നെ നെക്സ്റ്റ് 300, 5.10, 1530 ഈ സംഭവങ്ങൾ അതേപോലെ ഇങ്ങോട്ട് എഴുതുക ചെയ്തത്. ഇതിൽ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ എങ്ങനെയാ ചെയ്യേണ്ടിയെന്ന്? ഈ 300 എന്ത് ചെയ്യണം? ഈ 500ക്ക് പ്ലസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്തിൽ എഴുതാന്? ബാലൻസിൽ എഴുതാന്. പർച്ചേസിന്റെ കാര്യം വരുമ്പോൾ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 300 ഇതിലേക്ക് പ്ലസ് ചെയ്യണം. അപ്പൊ എത്രയാണ്? 800 ആണ്. ഓക്കെ, 800 ആണ് വന്നത്. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ റേറ്റ് നമുക്ക് അറിയില്ലല്ലോ. 800 അല്ലേ? 800ന്റെ റേറ്റ് നമുക്ക് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യാ? ആ റേറ്റിന്റെ കോളം വിട്ടിട്ട് എന്ത് ചെയ്യണം? ഈ എമൗണ്ട് ഉണ്ടല്ലോ, ഇത് ഈ എമൗണ്ടിലേക്ക് പ്ലസ് ചെയ്യാം. അതായത് 2500ഉം 1530ഉം എന്ത് ചെയ്യാ? പ്ലസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4030 കിട്ടും. ഈ എന്ത് ചെയ്യണം? ഈ 4030 ഡിവൈഡഡ് ബൈ 800 ചെയ്യാം. മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം. നമ്മള് ഇപ്പൊ എന്താ ചെയ്തത്? ഇത് എന്തായിരുന്നു? ഇതിലേക്ക് എടുത്ത് എഴുതി. 500ക്ക് 300 പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എഴുതിയത് അല്ലെ? ലിഫോയിലും ഫിഫോയിലും നേരെ ഇതേ സെയിം അങ്ങോട്ട് ബാലൻസ് ഒക്കെ എടുത്ത് എഴുതിയിരുന്നു. പക്ഷെ ഇതിൽ പ്ലസ് ചെയ്തു. അപ്പൊ ഇതുപോലെ തന്നെ ഇനി എന്ത് എഴുതി? റേറ്റിന്റെ എമൗണ്ട് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് എമൗണ്ടും കൂട്ടി ഇവിടെ എഴുതി. ഇനി റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാല്, ഇപ്പൊ ഈ ടോട്ടൽ എമൗണ്ട് ഇല്ലേ, എത്രയാ നമുക്ക് കിട്ടിയത്? 4030. അതിട്ട് എന്ത് ഡിവൈഡ് ചെയ്യണം? ഈ 800 ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 5.0375 ഇതാണ് എന്ത് കിട്ടുക? റേറ്റ് കിട്ടുക. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ റേറ്റും കിട്ടി. ഇനി എന്ത് ചെയ്യാ? ഇനി നെക്സ്റ്റ് ഏത് ഡേറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്? ജനുവരി 13 ആണ്. ജനുവരി 13 നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഷ്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്? 600 യൂണിറ്റ് ആണ് അല്ലെ? അപ്പൊ നമ്മള് ഇവിടെ എന്താണ്? ഈ 500 പ്ലസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതുള്ളത്. അപ്പൊ ഈ 500 ഇനി ഇവിടെ ഇല്ല. അതും കൂടി പ്ലസ് ചെയ്തിട്ടാണ് ഇവിടെ 800 ഉള്ളത്. അപ്പം 600 യൂണിറ്റ് ആണ് നമ്മളോട് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഈ 800 എന്ത് ചെയ്തു? 600 യൂണിറ്റ് എടുത്തു. ഇതിന്റെ റേറ്റ് എടുത്തു. 5.0375 എടുത്തു. രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 3023. ഓക്കെ, 23 കിട്ടി. ഇനി ബാലൻസ് എത്രയുള്ളത്? 800 600 എടുത്ത ബാക്കി ബാലൻസ് 200 ഉണ്ട്. 200 റേറ്റ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം? ഇതിന്റെ എമൗണ്ട് ഇഷ്യൂ അല്ലേ? ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് അല്ലേ ചെയ്യണ്ടേ? അപ്പോൾ ടോട്ടൽ എമൗണ്ട് കോളത്തുനിന്ന് ഈ എമൗണ്ട് ഇഷ്യൂവിന്റെ ഈ എമൗണ്ട് എന്ത് ചെയ്യാ? ടോട്ടലിലത്തെ ഈ എമൗണ്ടിൽ നിന്ന് ഇഷ്യൂവിന്റെ ഈ എമൗണ്ട് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിലത്തെ എമൗണ്ട് കിട്ടും. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ
ഇതിലത്തെ ഇഷ്യൂവിന്റെ ബാക്കിയുള്ള ബാലൻസ് കിട്ടൂലേ, അത് എത്രയായിരിക്കാം? 1007. ഇനി എന്ത് ചെയ്യണം? ഈ റേറ്റ് കാണാന് ഈ 1007 ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക? 200 ഡിവൈഡ് ചെയ്യുക. 1007 ഡിവൈഡഡ് ബൈ 200 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1007 കിട്ടില്ലേ? ഇനി എന്ത് ചെയ്യണം? 1007 200 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5.1458. ഓക്കെ, അപ്പൊ ബാലൻസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്ത ഡേറ്റ് ഏതാണ്? അടുത്ത ഡേറ്റ് ഏതാ? ജനുവരി 18. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ജനുവരി 18 എന്താ പറഞ്ഞിട്ടുള്ളത്? പർച്ചേസ് ആണ് 400, റേറ്റ് 5.20. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 2080 കിട്ടും. ഓക്കെ, ഇഷ്യൂ കോളത്തിലില്ലല്ലോ, അപ്പൊ അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ജസ്റ്റ് ഒന്ന് വരട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്? ആ 400 എന്ത് ചെയ്യണം? നമ്മൾ 200 ആഡ് ചെയ്യണ്ടേ? ഇതും കൂടി പ്ലസ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ എഴുതേണ്ടത് ബാലൻസ് ഉള്ളത്. അപ്പൊ എത്രയാ? 600 അല്ലേ? 600. ഇനി 2080 പ്ലസ് എന്ത്? 2080 പ്ലസ് എത്രയാ? 1007. അപ്പൊ നമുക്ക് 3087 കിട്ടും. 3087. ആ 3087 ആയിട്ട് 60 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ റേറ്റ് 5.1458. ഇത് തന്നെയാണ് അല്ലേ? ഇത് തന്നെയാണ് വരിക. ഇനിയിപ്പോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്ത് നോക്കാം? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ ഈ എമൗണ്ട് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ എന്താണ്? ഇത് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? കറക്റ്റ് ആണ്. നെക്സ്റ്റ് ജനുവരി 23. ജനുവരി 23 ഇഷ്യൂ ആണ്. ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്യൂ കോളത്തിൽ 300 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടി. ആ ഇഷ്യൂ ചെയ്യണ യൂണിറ്റ് എന്ത് ചെയ്യണം? 300 യൂണിറ്റ് അല്ലേ? ഇവിടെ ടോട്ടൽ 600 യൂണിറ്റ് ഉണ്ട്. ആ 600 യൂണിറ്റിന്ന് 300 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്യണത്. അതിന്റെ റേറ്റ് എത്രയാണ്? 600ന്റെ റേറ്റ് തന്നെയാണ് ഇവിടെ എടുക്കുക. 5.1458 ആണ് 300ന്റെ റേറ്റ്. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1544. ഓക്കെ, രണ്ടും കൂടി ഇൻറ്റു ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി ബാലൻസ് എഴുതണ്ടേ? ബാലൻസ് എഴുതാൻ 600ന്ന് 300 നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി ബാലൻസ് 300 തന്നെ അല്ലേ? 300 തന്നെയാണ്. അപ്പം ഈ 3087ന്ന് 1544 മൈനസ് ചെയ്യാം. എന്നിട്ടല്ലേ ബാലൻസിന്റെ എമൗണ്ട് എഴുതണ്ടേ? അപ്പൊ എത്രയാ? 3087ന്ന് മൈനസ് ചെയ്യണം. എത്രയാണ്? 1544. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1543 എന്ന് കിട്ടും. എന്നിട്ട് ഈ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം ഈ 300 കൊണ്ട്. നമുക്ക് എന്ത് കിട്ടും? 5.143 എന്ന് കിട്ടും. ഒരുപാട് 3 ഉണ്ട്, 3 ഒക്കെ എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ജനുവരി 23 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? ജനുവരി 25 ജനുവരി 25 എങ്ങനെയാ ചെയ്യേണ്ടത്? പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 500 യൂണിറ്റ് പർച്ചേസ് ആണ്. അതിന്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് 5.10 എന്ന്. 500 × 5.10 2550. ഓക്കെ,
ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസിൽ കാണിക്കണം. അപ്പോൾ ഇവിടെ ബാലൻസ് 300 ആണുള്ളത്. 300ക്ക് 500 പ്ലസ് ചെയ്യുമ്പോൾ എത്രയായി? 800 ആയി. ഓക്കെ, 800 ആയില്ലേ? ഇനി ഈ 1543ക്ക് 2550 പ്ലസ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1543 പ്ലസ് 2550. അപ്പൊ നമുക്ക് 4093 എന്ന് കിട്ടും. 4093. ഈ കിട്ടിയ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? ഈ 800 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ റേറ്റ് കിട്ടണ്ടേ? അപ്പം ആൻസർ നമ്മൾ ഡിവൈഡ് ചെയ്യുക എത്ര വെച്ചിട്ട്? 800 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.116 എന്ന് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതാം. അപ്പം 5.116. ഓക്കെ, ഓരോ ഇതും കൂടി എഴുതാം. 5.1167. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് 31st അല്ലേ? അപ്പം ജനുവരി 31st എന്താണ് ഇഷ്യൂ ആണ് ചെയ്യുന്നത്? 200 യൂണിറ്റ് ഇഷ്യൂ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടോട്ടൽ നമുക്ക് ഇപ്പൊ എത്ര ഉണ്ട്? ടോട്ടൽ നമുക്ക് 800 ഉണ്ട്. ആ 800 എന്നാണ് എന്തെടുക്കുന്നത്? 200 എടുക്കുന്നത്. അപ്പൊ ഇഷ്യൂ ചെയ്യുമ്പോൾ 200 800ന്റെ പോയിന്റ് 1167 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇത് രണ്ടും കൂടി ഇൻറ്റു 200 ഇൻറ്റു 5.1167 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 1023 എന്ന് കിട്ടും. ഓക്കെ, 1023 എന്ന് കിട്ടും. 1023. ഇനി നമ്മള് 800ന്ന് 200 എടുത്തിട്ടുണ്ട് അല്ലേ? ബാക്കി ബാലൻസ് എത്രയാ ഉള്ളത്? 600 അല്ലേ? ആ 600 എഴുതാ. ഇതിന്റെ പോയിന്റ് ഇത് ഡയറക്റ്റ് എഴുതാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എഴുതാ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് 3070 കിട്ടും. ഈ 3070 നിന്ന് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5.1167 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയുള്ള എന്ത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയാ ചെയ്തത്? ബാലൻസിൽ വരുന്ന എമൗണ്ട് ഒക്കെ പ്ലസ് ചെയ്തു പോവാണ് അല്ലെ? ഇവിടെ വന്ന ഈ 500, ഈ വന്ന ഈ 300 എങ്ങനെയാ? ഈ 500ലേക്ക് എന്ത് പ്ലസ് ചെയ്തു? 300 പ്ലസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 800 കിട്ടിയത്. ആ 300 ഇവിടെ ഉള്ളതാണ്. അതാണ് നമ്മൾ ഇവിടെ പ്ലസ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഈ 800 എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓ 500 ഇത് രണ്ടും പ്ലസ് ചെയ്തപ്പോഴല്ലേ 800 ഉള്ളത്. ആ 800 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ 800ന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുക. ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോഴാണ് എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ എമൗണ്ട് കിട്ടി. അതിന്റെ ബാലൻസ് ഉള്ളത് എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. എഴുതിയിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ആദ്യത്തെ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഇഷ്യൂ ചെയ്ത എമൗണ്ട് മൈനസ് ചെയ്തിട്ട് അത് ബാലൻസിൽ കാണിക്കണം. ആ ബാലൻസ് കൊണ്ട് നമ്മളെ ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റും കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ വ്യത്യസ്തമായിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയുള്ള എന്ത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പറയുന്നത്. ലാസ്റ്റ് എന്ത് എഴുതണം? ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതണ്ടേ? അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ലാസ്റ്റ് ഉള്ളത് ഇതല്ലേ ഉള്ളൂ. അപ്പൊ 100 യൂണിറ്റ്സ് ആണ് അല്ലേ? അറ്റ് 5.1167 റേറ്റിനാണ് എന്തുള്ളത്? 100 യൂണിറ്റ് ഉള്ളത്. അതിന്റെ വാല്യൂ എത്രയാണ്? വാല്യൂ എന്ന് പറയുന്നത് എമൗണ്ട് എത്രയാണ്? 3070. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുള്ള എന്ത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. അപ്പൊ ഇന്ന് നമ്മള് 3 പ്രോബ്ലം ആണ് പറഞ്ഞത്. ലിഫോ ഫസ്റ്റ് ഫിഫോ മെത്തേഡ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ലിഫോ പറഞ്ഞു. പിന്നെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡും പറഞ്ഞു. അപ്പം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കണേ. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണം.
തിയറി അല്ലേ, സോറി, പ്രോബ്ലം അല്ലേ. അപ്പൊ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു മനസ്സിലാവാതിരുന്നാൽ ഒരു ഡൗട്ട് മതി തിയറി ആവുമ്പോ. അപ്പൊ നിങ്ങൾ ചോദിക്കാം. ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ എടുക്കാം. പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ തന്നെ തിയറി ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തിയറി ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പ്രോബ്ലംസ് ചെയ്യാം ട്ടാ. ശരി.